ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സാഗറിന്റെ അടുത്ത് വന്നിട്ട് സുജാത ചോദിക്കുന്നുണ്ട്, നമുക്കൊരു ജോലിസിനെ കണ്ടാലോ സാഗർ? നമ്മുടെ സമയമൊക്കെ ഒന്ന് നോക്കണം, ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കണം, ഈ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിയുകയും ചെയ്യാലോ. എന്നാൽ ഇത് കേട്ട ഉടനെ സാഗർ സുജാതയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെയല്ലേ ഇതുവരെ തീർത്തുകൊണ്ടിരുന്നത്, പിന്നെ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഈ ജോലിസിനും മന്ത്രവാദിയും ഒക്കെ? അത് പിന്നെ സാഗർ, കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ, മനസ്സമാധാനം കിട്ടുന്നേ ഇല്ല ഇപ്പോ. സാഗർ ആണെങ്കിൽ സുജാതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നും മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന ഒരാളും ഇല്ല ഈ ഭൂമിയിൽ. ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്കായിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റണം സുജു. എന്നാൽ നമ്മളെ കൊണ്ട് ഇതൊന്നും നേരെയാക്കാൻ പറ്റില്ലെന്നും അന്ന് ചേച്ചിയമ്മ പറഞ്ഞത് നേരാ, കൺമണി എന്തോ കൂടോത്രം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ കൈവിഷം കൊടുത്തിട്ടുണ്ട്. സുജാതയുടെ ഈ വർത്തമാനം എല്ലാം കേട്ട് സാഗറിന് ദേഷ്യം വരുന്നുണ്ട്. തനിക്കിത് എന്ത് പറ്റി? താൻ ഈ രീതിയിൽ നിന്നും സംസാരിക്കാത്ത ആളാണല്ലോ. ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന സുജാതയോട് ഒന്ന് നിർത്താൻ പറയുന്നുണ്ട് സാഗർ. ഒന്നാമതേ ഇപ്പൊ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക, അതിന്റെ ഇടയിലാണ് ഓരോ കണ്ടുപിടുത്തം കൊണ്ട് വന്നിരിക്കുന്നത്. സാഗർ അങ്ങനെ വഴക്ക് പറയുമ്പോ സുജാത കരയുന്നുണ്ട്. സുജാതയോട് കരയാതിരിക്കാനും, എന്താ ഞാൻ പറഞ്ഞത് തനിക്ക് ഫീൽ ചെയ്തോ? അത് വിട്ടേക്ക്, എന്നിട്ട് ആ കണ്ണീര് തുടക്കെ. താൻ കരയുന്നത് കണ്ട എനിക്ക് സങ്കടാവും. അത്രയും കേൾക്കുന്നതും സുജാത പിന്നീട് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ എനിക്കൊരു വാക്ക് തരണം, എന്റെ കൂടെ നിൽക്കുമെന്ന്. സാഗർ അപ്പൊ ചോദിക്കുന്നുണ്ട്, കൃഷിന്റെയും കൺമണിയുടെയും കാര്യത്തിലാണോ എന്ന്? അല്ല, കൃഷിന്റെയും കൺമണിയുടെയും കാര്യത്തിലല്ല, കൃഷിന്റെയും മാനസയുടെ കാര്യത്തില്. അവരുടെ വിവാഹം നടത്താൻ സാഗർ എന്റെ കൂടെ നിൽക്കണം. അപ്പൊ സാഗർ സുജാതയ്ക്ക് മറുപടി കൊടുക്കുകയാണ്, കൃഷിന്റെയും മാനസയുടെയും കാര്യത്തില് ഞാനല്ല, കൃഷാണ് കൂടെ നിൽക്കേണ്ടത്. അവന്റെ മനസ്സിൽ കൺമണി അല്ലാതെ മറ്റൊരു പേരില്ല. അവൻ മാനസയെ കല്യാണം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് താനും കേട്ടതല്ലേ സുജു? ഉടനെ സുജാതയും പറയുന്നുണ്ട്, ശരി, അവൻ മാനസയെ കല്യാണം കഴിക്കണ്ട, പക്ഷേ കൺമണിയെ കല്യാണം കഴിക്കരുത്. മറ്റാരെങ്കിലും കൊണ്ടുവരട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. മാനസയോടും കുടുംബത്തോടും ചെയ്യേണ്ട നീതി അതാണെന്നെല്ലാം പറയുമ്പോ ആ നീതിയെ കാട്ടുനീതി പോലെയാ, വാശിയുടെയും അടിച്ചൊതുക്കലിന്റെയും ഒക്കെ ഒരു നീതി. അതിനു മാത്രമുള്ള ഒരു തെറ്റൊന്നും കൺമണി നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ സുജു എന്ന് സാഗർ ചോദിക്കുന്നുണ്ട്. മാനസയുടെ കള്ളങ്ങളൊക്കെ കൃഷി പറഞ്ഞത് താനും കേട്ടതല്ലേ? ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചതിക്കപ്പെട്ടു കഴിഞ്ഞു. സുജാത വീണ്ടും മാനസയെ ന്യായീകരിച്ചുകൊണ്ട് പറയും, മാനസ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ തക്കതായ കാരണങ്ങളുണ്ടാവും. മാനസ പറഞ്ഞല്ലോ, കൃഷ്ണനെ കൈവിട്ടു പോകുമെന്നുള്ള പേടികൊണ്ടാണ് അവൾ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന്. എന്നാൽ ഇത് അബദ്ധങ്ങളല്ലെന്നും മാനസ ചെയ്തു കൂട്ടിയതെല്ലാം ക്രൈമാണ്. ഉടനെ സുജാത സാഗറിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സാഗർ ഇപ്പോ കൺമണിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അതുകൊണ്ടാണ് മാനസ ചെയ്യുന്നതെല്ലാം ക്രൈമായിട്ട് തോന്നുന്നതെന്നും. താൻ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാണെന്ന് സാഗർ പറയുന്നുണ്ടെങ്കിൽ പോലും സുജാത അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. തുടർന്ന് പറയുകയാണ്, ഒരു പെണ്ണിന് കുറെ മോഹങ്ങൾ കൊടുത്തിട്ട് അവസാനം ശരിയും തെറ്റും അളന്നും തൂക്കിയും അവളെ അങ്ങനെ പറഞ്ഞുവിടാൻ താൻ സമ്മതിക്കില്ലെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സുജാത. കൺമണിയോട് ഞാനും സ്നേഹവും സഹതാപവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അവള് ജയിലിലായിരുന്നപ്പോ വിഷമിക്കുകയും ജാമ്യം കിട്ടിയപ്പോ സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾക്ക് നേട്ടങ്ങൾ കിട്ടിയപ്പോ ഞാനും അഭിനന്ദിച്ചു. പക്ഷെ അതൊന്നും നമ്മുടെ മരുമകളാവാനുള്ള പച്ചക്കൊടി ആയിരുന്നില്ല. അവള് നമ്മുടെ ഒരു ജീവനക്കാരി മാത്രമാ, മാസ ശമ്പളക്കാരി. അതിനപ്പുറത്തേക്ക് കാല് വെക്കണ്ട. ഞാൻ അതിനെ സമ്മതിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, സാഗർ എന്റെ കൂടെ നിൽക്കണം. ഇങ്ങനെയും പറഞ്ഞ് സുജാത പോകുമ്പോൾ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് സാഗർ. അതിനുശേഷം നമ്മുടെ കൃഷ്ണൻ കൃപയും കൂടി കൺമണിയുടെ വീട്ടിലേക്ക് വരികയാണ്. അവരെ കാണുന്നതും ഗോകുല് കൺമണിയെ വിളിക്കുന്നുണ്ട്. കൺമണിയാണെങ്കിലും തിടുക്കത്തോടെ ഓടിയെത്തുകയാണ്. കൺമണി കൃപയെ കൃപയെന്ന് വിളിക്കുമ്പോൾ കൃപ കൺമണിയെ ഏട്ടത്തിയമ്മയെന്നൊക്കെയാണ് വിളിക്കുന്നത്. കൺമണിയാണെങ്കിലും അത് കേട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നതെന്ന് ആശ്ചര്യപ്പെടുമ്പോൾ കൃപ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ എന്റെ ഏട്ടത്തിയമ്മയാണല്ലോ ഇപ്പോ, ഒക്കെ ഞാൻ അറിഞ്ഞു, താലി കെട്ടിയതെല്ലാം ഞാൻ അറിഞ്ഞു. കൺമണിയപ്പോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കൃഷ്ണൻ തലയാട്ടും. അപ്പോഴേക്കും അവിടേക്ക് ശ്രീനിയും വരും. ശ്രീനി കൃഷ്ണനെയും കൃപയെ അകത്തേക്ക് ഇരിക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കൃപ ചോദിക്കുകയാണ് ശ്രീനിയോട്, ഞങ്ങൾ കൺമണിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അതേസമയം ധനലക്ഷ്മി ആണെങ്കിൽ ഇതൊന്നും കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അവിടെ മാറി നിൽക്കുന്നുണ്ട്. ശ്രീനി കൃപയോടായിട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും വന്ന് കൺമണിയെ വിളിക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ, അതുകൊണ്ട് കൺമണിയെ കൊണ്ടുപോയിക്കോളാൻ. കൺമണിയോട് പോയിക്കോളാൻ തന്നെ ശ്രീനി പറഞ്ഞപ്പോ കൺമണി ചോദിക്കുന്നുണ്ട് കൃപയോട്, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഓ, എങ്ങോട്ടാണെന്ന് അറിഞ്ഞാലേ വരൂ എന്ന കൃപയുടെ തിരിച്ചുള്ള ചോദ്യം കേട്ട് ഗോകുലാണെങ്കിലും കൺമണിയോട് പറയുക, ഒന്ന് പോവപ്പേ കൂടെ. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഗോകുലെന്ന് കൃപയും പറയും. ശേഷം കൺമണിയോട് വേഗം റെഡിയായിട്ട് വരാൻ പറഞ്ഞ് കൺമണി അകത്തേക്ക് പറഞ്ഞയക്കുകയാണ് കൃപ. കൃഷ്ണനെയും കൃപയും കണ്ട് അമ്മായിമാരാണെങ്കിലും സന്തോഷത്തോടു കൂടി അവിടെ വരും. ശ്രീനി അമ്മായിമാർക്ക് പറഞ്ഞു കൊടുക്കും, കൺമണിയെ കൊണ്ടുപോകാനാണ് ഇവര് വന്നത്. സുലോചന പറയുന്നുണ്ട്, വളരെ നല്ല കാര്യം. ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് അവളുടെ മനസ്സ് വിഷമിച്ചിരിക്കുക. ജയിലിലൊക്കെ കഴിയേണ്ടി വന്നില്ലേ, ഈ ഒരു സാഹചര്യത്തില് പുറത്തൊക്കെ പോയി ഹാപ്പി ആയിട്ടിരിക്കുന്നത് മനസ്സിന് സന്തോഷം കൊടുക്കും. തുടർന്ന് കൃപ ശ്രീനിയോടായിട്ട്, അങ്കിളെ, കൺമണിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നതോർത്ത്
എനിക്കും നല്ല വിഷമമുണ്ട്. ഞാനാണല്ലോ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചത്. എന്നാൽ കൃപയോട് ഇനി അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ടെന്നും അത് കാരണം കൊണ്ടല്ലല്ലോ വിഷമം വന്നത്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നാണ് പറയുന്നത്. സത്യഭാമ അമ്മായിയെ കാണാത്തതുകൊണ്ട് തന്നെ കൃഷി തിരക്കുന്നുണ്ട് അവരെവിടെ പോയെന്ന്. ഗോകുല് പറഞ്ഞു കൊടുക്കും, സത്യഭാമ അമ്മായി നാളെ UK പോവുക സാറേ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുക. അപ്പോഴേക്കും കൺമണി റെഡിയായിട്ട് എത്തുന്നുണ്ട്. പിന്നീട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് കൺമണി കൃഷിനും കൃപയ്ക്കും ഒപ്പം പുറത്തേക്ക് പോകുന്നു. ആദ്യം തന്നെ ബാക്ക് സീറ്റിൽ പോയി ഇരിക്കാൻ നോക്കുന്ന കൺമണിയെ കൃപ തന്നെ പറഞ്ഞിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരുത്തും കൃഷിന്റെ അടുത്ത്. കൺമണിക്കാണെങ്കിലും അത് തന്നെ സന്തോഷം. പിന്നീട് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയാണ് അമ്മായിമാരും ശ്രീനിവാസനും ഗോകുലും ഒക്കെ. അവര് പോയതും ശാന്ത ശ്രീനിയോടായിട്ട് ഏട്ടൻ എഴുതി വെച്ചോ, അവരുടെ കല്യാണേ ഉടനെ നടക്കും. സുലോചനയപ്പൊ പറയാ, ശാന്തേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലേ അത് നടന്നിരിക്കുമെന്ന്, അതാണ് ആ നാവിന്റെ ശക്തിയെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ധനലക്ഷ്മിയാണെങ്കിൽ നടന്നത് തന്നെ എന്നുള്ള മട്ടില് ഉച്ചത്തോടെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണൻ കൺമണിയും കൃപയും കൂടെ പുറത്തൊക്കെ അടിച്ചു വിളിച്ച് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് കൃപ കൃഷ്ണനോട് കൺമണിയോടായിട്ട് പറയുന്നുണ്ട്, എന്നാലും ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ, നല്ല സ്ട്രോങ് ഒരു താലി ഇത് കഴുത്തിലിട്ട് നടന്നുകൊണ്ടാ ഇത്രയും നാൾ മിണ്ടാതിരുന്നത് അല്ലേ? ഒന്നുമില്ലെങ്കിൽ കെട്ടിയ ആൾക്ക് ധൈര്യം വേണം, അല്ലെങ്കിൽ കഴുത്ത് നീട്ടിക്കൊടുത്ത ആൾക്ക് ധൈര്യം വേണം. എന്തായാലും ഇനി ഞാനങ്ങ് ഇടപെടാൻ പോവാണേ, അല്ലെങ്കിൽ 80-ാം വയസ്സിലും മാനസയെ പേടിച്ച് നിങ്ങൾ രണ്ടുപേരും കണ്ണും നോക്കി വടിയും കുത്തിപ്പിടിച്ചിരിക്കും. കൃപയുടെ വാക്കുകൾ കേട്ട് കൺമണിയും സമ്മതിക്കുന്നുണ്ട്. കൃപ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷേ താലി മാത്രം പോരല്ലോ, വീട്ടുകാരുടെ സമ്മതം കൂടി വേണ്ടേ? എന്നാൽ കൃപ അതിനും കളിയാക്കുകയാണ്. വീട്ടുകാരുടെ സമ്മതം നോക്കിയിരുന്നോ? വീട്ടുകാരോട് നിങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, അവര് സമ്മതിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? രജിസ്റ്റർ ഓഫീസില് 2 സാക്ഷികളെയും കൊണ്ടുപോയി നീട്ടിപ്പിടിച്ചൊരു ഒപ്പിടും. ഒരു വീടും വാടകയ്ക്കെടുത്ത് താമസവും തുടങ്ങും. കൊച്ചുങ്ങൾ 1-2 ആവേണ്ട സമയം കഴിഞ്ഞു. ഇനിയും വിവാഹത്തിന് അനുവാദവും നോക്കി കാത്തിരിക്കുന്നു. ഞാൻ ഈ താലി അബദ്ധവശാൽ കെട്ടിയതാണെന്ന് കൃഷി ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിലെങ്കിൽ പിന്നെ പൊട്ടിച്ചു കളയാതിരുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണ് കൃപ. കൃഷിനും കൺമണിക്കും അതിന് ഉത്തരവില്ല. അത് കണ്ട് കൃപ തന്നെ പറയും, അതായത് കെട്ടിയ താലിക്ക് ഒരു അർത്ഥം ഉണ്ടെന്നർത്ഥം. ശേഷം കൺമണിക്ക് കൈ കൊടുത്തുകൊണ്ട്, ഞാൻ ഈ കൈ തന്നത് എന്തിനാണെന്നറിയോ? ഇങ്ങേരെ പോലെ നട്ടലുള്ള ഒരാളെ അടിച്ചെടുത്തതുകൊണ്ട്. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇന്നത്തെ ഏട്ടന്റെ പെർഫോമൻസ് ആയിരുന്നു പെർഫോമൻസ്. സിനിമയിലായിരുന്നെങ്കിലേ ഒരു കൈയടിയും കൂടെ ഒരു വിസിലടിയും ഉറപ്പാ. അത്രയ്ക്ക് മാസായിരുന്നു. കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. കൺമണിയെ അല്ലാതെ വേറെ ആരെയും വേണ്ടെന്ന് ശപഥം ചെയ്തു. ഇതൊക്കെ കേട്ട് കൺമണിക്ക് സന്തോഷമാവുന്നുണ്ട്. കൃഷ്ണന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. കൺമണിയുടെ ആ സന്തോഷം കണ്ട് കൃപയാണെങ്കിലും കമന്റ് പറയും, ആ ആനന്ദം ഒന്ന് നോക്കിയേ. കൺമണിക്കപ്പം നാണാവുന്നുണ്ട്. എന്നിട്ട് കൺമണി ചോദിക്കുകയാണ്, താലി കെട്ടിയ കാര്യത്തെപ്പറ്റി അവരോട് പറഞ്ഞു എന്ന്. അത് പറഞ്ഞില്ല. ആ കാര്യം പിന്നീടല്ലേ ഞാൻ അറിയുന്നേ, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം വിളിച്ചു പറയില്ലായിരുന്നോ? കൃപയോട് അതൊന്നും പറയേണ്ടത് പറയുന്നുണ്ട് കൺമണി ഇതേ സമയം. അപ്പൊ കൃപയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനൊരൊറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ, വലിയൊരു സൂപ്പർ കൺമണി വന്നിരിക്കുന്നു. ആശുപത്രിയിൽ ആ ബാലഗോപാലിനെ ഇടിച്ച് പഞ്ചറാക്കാൻ അറിയാം, താലിക്കാര്യം പറയാൻ അറിയില്ലേ? ഇതൊക്കെ കേട്ട് ചിരി വരികയാണ് കൃഷ്ണനും കൺമണിക്കും ഒക്കെ. അപ്പൊ കൃപ അവരോട് പറയും, ചിരിക്കല്ലേ, ഒരൊറ്റ ആഴ്ച ഞാൻ നോക്കും, അതിനിടയിൽ വീട്ടുകാരെ അറിയിച്ചോണം, ഇല്ലെങ്കിൽ ഞാൻ പറയും. പിന്നെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൃഷപ്പോ കൃപയോട് പറയുന്നുണ്ട്, എടീ ഞങ്ങൾ പറഞ്ഞോളാം, അച്ഛന് പകുതി സമ്മതമായിട്ടുണ്ട്, പക്ഷെ അമ്മയുടെ മനസ്സ് ആദ്യമ്മ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ പറയുന്ന കൃഷ്ണനോട് അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയുകയാണ് കൃപ. കൃപയുടെ ഈ ധൈര്യത്തോടുള്ള മറുപടിയൊക്കെ കേട്ട് കൃഷ്ണന് കൃപയെക്കുറിച്ച് അഭിമാനം തോന്നുകയാണ്. നിന്നെപ്പോലൊരു അനിയത്തി കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് കൃപയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോ കൺമണിക്ക് അത് കണ്ട് അസൂയാവുന്നു. അപ്പൊ എന്റെ ഭാഗ്യമല്ലേ എന്ന് കൃഷ്ണനോട് ചോദിക്കുന്നു. കൃപയാണ് അതിന് മറുപടി കൊടുക്കുന്നത്, പിന്നെ അല്ലാതെ എന്നെ കിട്ടിയത് എന്റെ നാത്തുവിന്റെ കൂടെ ഭാഗ്യമാണ്. തുടർന്ന് കൺമണിയെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണ ആണെങ്കിൽ ഓരോ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കൃപയുടെ അടുത്ത്. നിനക്ക് ഈ ഭാഗത്തെ ഒരു പ്രത്യേകത അറിയൂ? അതാ, ഈ ഭാഗത്ത് നിന്ന് അവിടേക്ക് ദൂരേക്ക് നോക്കിയാലേ ലൈറ്റ് ഹൗസിൽ നിന്ന് വെളിച്ചം കറങ്ങുന്ന കാണാം. പക്ഷെ അത് കാണണമെങ്കിൽ 1 മണിക്കൂർ നോക്കി നിൽക്കണം. അങ്ങോട്ടേക്ക് ചെന്നോളാൻ പറഞ്ഞ് കൃപയെ വിടുമ്പോ കൃപയ്ക്ക് കൃഷ്ണന്റെ നമ്പറുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃപ കൺമണിക്കും പറഞ്ഞു കൊടുക്കും, എന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഏട്ടന്റെ പഴഞ്ചൻ അടവാ ഇതൊക്കെ. പുതിയ ട്രെൻഡ് പിടിക്കേട്ടാ. പുതിയ ട്രെൻഡ് എന്താണെന്ന് ചോദിക്കുന്ന കൃഷ്ണനോട്, എന്റെ മുൻപിൽ വെച്ച് തന്നെ നായികയെ ഹഗ് ചെയ്യണം, ഞാൻ വേണമെങ്കിൽ നാണിച്ചു മാറിത്തരാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കൃപ. എന്നാൽ കൃത്യസമയത്ത് തന്നെ കൃപയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. കൃപയാണെങ്കിലും അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് രാജയോഗമുണ്ട്, എന്തായാലും എനിക്ക് 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്, അപ്പൊ ശരി ക്യാരി ഓൺ എന്ന് പറഞ്ഞ് കൃഷ്ണനെയും കൺമണിയും ഫ്രീ ആക്കിക്കൊണ്ട് കൃപ ഫോണുമായി അവിടെ നിന്ന് പോകും. കൃപ പോയ ഉടനെ കൺമണി ചിരിച്ചുകൊണ്ട് പറയാ, സാറ് പറഞ്ഞ സത്യമാ, ഇതുപോലൊരു അനിയത്തി കിട്ടണമെങ്കിലേ ഭാഗ്യം വേണം. അപ്പൊ കൃഷി പറയും, ഇതുപോലൊരു കൺമണിയെ കിട്ടുന്നതും എന്റെ ഭാഗ്യം തന്നെയല്ലേന്ന്. ശേഷം കൺമണി കൃഷ്ണനോട്, സാറും കൃപയും ചേർന്ന് വീട്ടിലേക്ക് വന്ന് എന്നോട് റെഡിയായിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? സത്യം പറഞ്ഞാലേ
സന്തോഷം കൊണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നി. രാത്രിയിൽ കാറിൽ ഔട്ടിംഗ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ഇത്രത്തോളം രസകരമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇനിയും ഒരുപാട് രസങ്ങളുണ്ടെന്ന് കൃഷി റൊമാൻറ്റിക്കായി പറയുമ്പോഴേക്കും ആ രസങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള കൺമണിയുടെ പ്രതികരണം കേട്ട് കൃഷി നിന്ന് ചിണുങ്ങുന്നുണ്ട്. കൺമണിക്ക് മുത്തുകവ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ കൺമണി അതിന് സമ്മതിക്കുന്നില്ല. കൃഷ്ണപ്പ ചിരി വരികയാണ്. അങ്ങനെ കുറച്ചു നേരത്തേക്ക് ആണെങ്കിൽ പോലും കൃഷ്ണൻ കൺമണിയും എല്ലാം മറന്ന് വളരെയധികം എൻജോയ്മെന്റോട് കൂടിയാണ് അവരുടെ ആ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ കൺമണിയുടെ വീട്ടിലാണെങ്കിൽ അമ്മായിമാര് ഭാമയെ യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു സംശയം വരുന്നുണ്ട്. ആ സംശയം ഗോകുലിനോടാണ് ചോദിക്കുന്നത്. എടാ ഗോകുലെ, ഈ വിമാനത്തിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തും കഴിക്കാൻ കിട്ടുമെന്ന് പറയുന്നത് ശരിയാണോ? എന്തും കിട്ടും. ഉച്ചയ്ക്ക് കുടിക്കാൻ കഞ്ഞിയും ചമ്മന്തിയാണ് വേണമെങ്കിലേ കഞ്ഞിയും ചമ്മന്തിയും. അതല്ല കപ്പയും മീനും ആണെങ്കിൽ അത് ബൊഫേ ആയിരിക്കും. ആഹാരം കഴിക്കേണ്ട സമയമാകുമ്പോൾ പൈലറ്റ് ഒരു ബെല്ലടിക്കും. അപ്പൊ യാത്രക്കാര് പാത്രം എടുത്ത് ക്യൂ നിൽക്കും. ആഹാരമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ട അമ്മായിമാരാണെങ്കിലും ആകെ ത്രില്ലടിച്ചു പോകുന്നു. ഫ്രൈഡ് റൈസ് ഒക്കെ കാണുമായിരിക്കും അല്ലേ എന്ന് ശാന്ത ചോദിക്കുമ്പോ പിന്നെ കാണാതെ. ആദ്യത്തെ പ്ലേറ്റിൽ ഫ്രൈഡ് റൈസ്, പിന്നെ ചിക്കന്റെ ഒരു 50 ഐറ്റമെങ്കിലും കാണും. ഫിഷൊക്കെ ഇഷ്ടം പോലെ, അവസാനം ഒരു ഐസ്ക്രീം. ഇതൊക്കെ കേട്ടിട്ട് തന്നെ കൊതിയാവുന്നത് പറയുന്നുണ്ട് അപ്പൊ സുലോചന. ആമേച്ചിയുടെ ഒരു ഭാഗ്യം. ഗോകുൽ എന്നിട്ട് പറയും, ചില ഫ്ലൈറ്റില് ബൊഫേ ഒന്നും ഉണ്ടാവില്ല, അവര് വിളമ്പി വെക്കത്തേ ഉള്ളൂ. സമയമാകുമ്പോ അവര് വിളമ്പി വെക്കും. അത് വേറെ മുറിയിലായിരിക്കും. വിളമ്പി കഴിഞ്ഞ് അവര് കഥക തുറക്കും. അപ്പൊ ഭയങ്കര തള്ളായിരിക്കും ഊണ് കഴിക്കാൻ കയറാൻ വേണ്ടിയിട്ടേ. അതേസമയം ബാമ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ പൊളിക്കും. കാരണം കല്യാണ സദ്യ കഴിക്കാൻ കയറിയേ ചവിട്ടാനും പൊളിക്കാനും ഒക്കെ എനിക്ക് നല്ല മിടുക്ക. ആ പറഞ്ഞത് കേട്ട് ചിരിക്കുന്നുണ്ട് ശാന്തയും സുലോചനയും. അമ്മായിമാരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റുന്ന ഓർത്ത് ഗോകുലും മനസ്സിൽ ചിരിക്കുകയാണ്. തുടർന്ന് ബാമ അടുത്ത സംശയം ചോദിക്കുകയാണ് ഗോകുലിനോടായിട്ട്. എടാ ഗോകുലെ, നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റോപ്പിലേ നമ്മൾ ഇറങ്ങാൻ മറന്നുപോയെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യോടാ? അതിനും ഗോകുല് കൊടുക്കുന്ന മറുപടി, അതിനൊരു കുഴപ്പമില്ല. നമ്മൾ എയർ ഹോസ്റ്റസിനോട് പറയണം. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തുമ്പോ എയർ ഹോസ്റ്റസ് ബെല്ലടിക്കും. പൈലറ്റ് നിർത്തി തരണം. നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയാൽ മതി. എവിടെ നിർത്തുന്നുള്ള ശാന്തയുടെ ചോദ്യം കേട്ട് ആകാശത്ത് ഒതുക്കി അങ്ങ് നിർത്തും. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ അങ്ങ് പോയാൽ മതിയെന്നേ. ഇതെല്ലാം കേട്ട് വിശ്വസിച്ചു പോകുന്ന അമ്മായിമാരാണെങ്കിൽ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ചോദിക്കുക, ഈശ്വര, അപ്പൊ ഭൂമിയിലെ പോലെ തന്നെയാണ് ആകാശത്തിലെയും കാര്യങ്ങളല്ലേ? പിന്നെ അല്ലാതെ എന്ന് പറയുന്നുണ്ട് ഗോകുല്. സുലോചന ചോദിക്കുകയാണ്, എന്നാലും ഗോകുലെ, ഈ വിമാനമൊക്കെ ഓടിക്കുന്നവരെ സമ്മതിക്കണം. എങ്ങനെയാടാ വിമാനം ഓടിക്കുന്നത്? ഈ നമ്മുടെ ബസ്സൊക്കെ ഓടിക്കുന്ന പോലെ തന്നെയാണല്ലേ? അതുപോലൊക്കെ തന്നെയാ. പിന്നെ വിമാനങ്ങളുടെ പൈലറ്റുമാരൊക്കെ തമ്മിൽ വലിയ മത്സരമായിരിക്കും. ഈ എതിരെ ഫ്ലൈറ്റ് വരുമ്പോഴേ ചിലവരൊന്നും ഒതുക്കി കൊടുക്കില്ല. പിന്നെ തർക്കമായി ബഹളമായി അവസാനം ആൾക്കാരൊക്കെ അങ്ങ് വരും. ഒരാള് റിവേഴ്സ് എടുത്ത് മറ്റേ ആളെ അങ്ങോട്ട് കയറ്റി വിടും. പിന്നെ മത്സരോട്ടമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കേട്ട് എല്ലാം വിശ്വസിച്ചെന്ന മട്ടിൽ നിൽക്കുകയാണ് അമ്മായിമാരും. ശേഷം ഭാമ എല്ലാം കഴിഞ്ഞിട്ട് ഗോകുലിനോട് പറയാണ്, എടാ ഗോകുലെ, നീ ഇത് ആരോടാടാ തള്ളി മറിക്കുന്നേ? എനിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയാമേ. സ്റ്റോപ്പ് വന്നാ നിർത്തി കൊടുക്കും. ബൊഫേ എന്തൊക്കെയാടാ ഇത്? അതിൽ നിന്നും ശാന്തയ്ക്കും സുലോചനയ്ക്കും മനസ്സിലാവുകയാണ് ഗോകുല് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നെന്ന്. അപ്പൊ ഭാമ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവൻ ഇത്രയും തള്ളിയ സ്ഥിതിക്ക് അതൊക്കെ കള്ളമായിരിക്കുമെന്ന്. എന്തായാലും കേട്ടപ്പോ എല്ലാം സത്യം പോലെ തോന്നി. ആഹാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാനതൊക്കെ സ്വപ്നം കാണുമായിരുന്നെന്ന് പറയുന്നുണ്ട് സുലോചനയും ശാന്തയും ഒക്കെ. ഇത് കേട്ട് ഗോകുലിന് ചിരി വരുന്നു. എന്നിട്ട് പറയും, എന്റെ അപ്പച്ചിമാരെ, ഞാനൊരു ജോക്ക് അടിച്ചതല്ലേ. നിങ്ങളൊക്കെ എല്ലാവരും നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാലോ. എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ അങ്ങ് ചുമ്മാ തള്ളി മറിച്ചതാ. അതോടൊപ്പം ഗോകുല് ഭാമയോട് പരിഭവിക്കുന്നുണ്ട്. അമ്മയെ പറഞ്ഞ് പറ്റിച്ചത് ഒട്ടും ശരിയായില്ല അപ്പച്ചി. നിരാശയില് അമ്മയൊന്നും ചെയ്യാതെ നോക്കിക്കോ. അത് കേട്ട് അവളിങ്ങ് വരട്ടെ എന്നും നിന്നെ ഓർത്തിട്ടാണ് ഞങ്ങൾ പലതും ക്ഷമിക്കുന്നതെന്ന് ശാന്ത പറയുമ്പോ അമ്മയും ഒരിക്കൽ നന്നാവെന്ന് ഗോകുല് പറഞ്ഞത് കേട്ട് എങ്കിൽ പിന്നെ കാക്ക മലർന്നു പറക്കുമെന്ന് പറഞ്ഞ് അമ്മായിമാര് 3 പേരും പൊട്ടിച്ചിരിക്കുകയാണ്. ശേഷം ഭാമ കൺമണി എവിടെയാന്ന് ചോദിക്കുമ്പോ കൺമണി അകത്തുണ്ട്. അപ്പ ഇങ്ങോട്ടേക്ക് വരാത്തത് അപ്പയ്ക്ക് നല്ല വിഷമമുണ്ട്. ഭാമയ്ക്ക് അത് കേട്ട് സങ്കടാവുന്നു. എങ്കിലും മറ്റമ്മായിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പോയാലും കൺമണിയുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണമെന്നും ക്രിസ് സാറിനെ കൊണ്ട് തന്നെ വേണം അവളെ കല്യാണം കഴിപ്പിക്കാനെന്ന് ഗോകുലിനോടും പറയുമ്പോ അപ്പച്ചി ധൈര്യമായിട്ടിരിക്കുക. സാറ് തന്നെയായിരിക്കും അപ്പയെ താലി കെട്ടാൻ പോകുന്നത്. അങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ് ഗോകുലും. അതിനുശേഷം കാണിക്കുന്നത് താൻ തന്നെ സാഗറിനെ കുത്തി കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് ബലരാമൻ. ആ സ്വപ്നം കണ്ടതിന്റെ ഷോക്കില് ബലരാമൻ അങ്ങനെ ഇരിക്കുമ്പോ ഭാഗ്യശ്രീ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. മാത്രമല്ല ബലരാമന് കുടിക്കാനായി വെള്ളമൊക്കെ കൊടുക്കും. ശേഷം ബലരാമൻ ഭാഗ്യശ്രീയോടായിട്ട്, ഞാൻ മുമ്പ് കണ്ട സ്വപ്നം അതേപോലെ തന്നെ വീണ്ടും ആവർത്തിച്ചു. അതാണ് എനിക്ക് പേടിയാവുന്നത്. ജയിലിൽ വെച്ച് അച്ഛനെ അപായപ്പെടുത്തുന്ന സ്വപ്നം, അച്ഛനെന്ന് വെച്ച സാഗർ സാറിനെ. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. സത്യത്തിലൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അർത്ഥമില്ലാത്തൊരു ജീവിതമാണോ ഞാൻ ജീവിക്കുന്നതെന്നൊരു തോന്നൽ. ഇത്രയും കാലം മോനെന്ന് വിളിച്ചു കൂടെ നിന്ന് അച്ഛനും അമ്മയും ഒരു ദിവസം കൈയൊഴിയുന്നു. യഥാർത്ഥ അച്ഛനും അമ്മയും മറ്റാരോ ആണെന്ന് പറയുന്നു. എന്നാൽ അത് അറിയിക്കുന്നുമില്ല. ഏതായാലും ഈ സ്വപ്നം കണ്ടതോടെ ഇന്നത്തെ ഉറക്കവും പോയി.
രാത്രി മുഴുവൻ ഇനി കണ്ണു മിഴിച്ചു കിടക്കും. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ആലോചിച്ച് ബലരാമൻ അങ്ങനെ തന്റെ സങ്കടങ്ങളെല്ലാം ഭാഗ്യശ്രീയോട് പങ്കുവെക്കുമ്പോൾ ഭാഗ്യശ്രീ എന്തോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ എന്താന്ന് ചോദിക്കുന്നുണ്ട് ബലരാമൻ. അപ്പോൾ ഭാഗ്യശ്രീ പറയും, അച്ഛനും അമ്മയും ആരാണെന്ന് ആലോചിച്ച് ഇനി ഏട്ടൻ ഉറക്കം കളയണ്ട. ഏട്ടന്റെ അച്ഛനെയും അമ്മയും എനിക്കറിയാം. ഞാനത് പറയാം. ഒരുപക്ഷെ അത് കേൾക്കുമ്പോഴായിരിക്കും ഏട്ടന്റെ ഉറക്കം കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇതെല്ലാം അറിയുമ്പോഴത്തേക്കും ബലരാമനാണെങ്കിലും ആകെ ആകാംക്ഷാപൂർവ്വം ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഭാഗ്യശ്രീ വീണ്ടും പറയും, എല്ലാം പറയണമെന്ന് ഞാൻ മുമ്പും വിചാരിച്ചത്. പക്ഷെ പിന്നെ കരുതിയും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന്. ജാമ്യോത്തരവ് നാളെ കിട്ടുമല്ലോ. നേരെ വീട്ടിലേക്കല്ലേ പോകുന്നേ. അവിടെ ചെന്നിട്ട് പറയാമെന്ന് കരുതി ബലരാമൻ നിർബന്ധം പിടിക്കുകയാണ്. എനിക്കിപ്പോ തന്നെ അറിയണമെന്ന് പറയുകയാണ് ഭാഗ്യശ്രീയോട്. അതേസമയം ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കും, ഏട്ടൻ മനസ്സറിയാതെ രണ്ടുപേരെ അച്ഛനമ്മ എന്ന് സങ്കല്പിച്ച് വിളിച്ചിരുന്നു. സാഗർ സാറും സുജാത മേഡവും അവര് തന്നെയാണ് ഏട്ടന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും. ഇതറിയുന്നതും ആകെ ഷോക്കാവുന്നുണ്ട് ബലരാമൻ.